everyone, welcome back. It's me Sahla. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. കൂടാതെ ഈ ഫ്രോക്കിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസും ചെയ്തിട്ടുണ്ട്. ഒരു ഹെയർ ബാൻഡും പിന്നെ ഈ ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാനൊരു ബോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതാണ് ഫ്രോക്ക്. ഒരു സിമ്പിൾ ഫ്രോക്കാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണിച്ചിട്ടില്ല. ഇതിൻ്റെ യോക്ക് ഭാഗത്ത് മാത്രം ഒരു സീക്വൻസ് വർക്ക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇടുകയാണ്. ഒരു ആൻറ്റിക് ഗോൾഡൻ കളറിലുള്ള സീക്വൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ യോക്ക് ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഞാൻ സീക്വൻസ് വെച്ച് കൊടുക്കുന്നത്. മുഴുവനായിട്ട് വെക്കുന്നില്ല, ഒരു സൈഡിൽ മാത്രമേ വെക്കുന്നുള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ സീക്വൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അതിന് മുകളിൽ ഈ സീക്വൻസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര ഗ്യാപ്പിൽ വേണം, എത്ര തിക്കായിട്ട് വേണം എന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനി ഇത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഷാർപ്പ് എഡ്ജുള്ള നീഡിലോ ഫോർസെപ്സോ പ്ലക്കറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ചെറിയൊരു ഡ്രോപ്പ് ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കണം. കുറച്ച് ചെറുതായിട്ടൊന്ന് ആക്കിയാൽ മതി. അതിനുശേഷം അത് സീക്വൻസിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രോക്കിലാക്കിയിട്ടുള്ള ഗ്ലൂവിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നല്ലൊരു ഭംഗിയായിട്ട് ഒരു ഷേപ്പ് കിട്ടുന്ന വരെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു സിമ്പിൾ ഫ്രോക്കാണ്. ഏത് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ സിമ്പിൾ ഫ്രോക്കാണെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയപ്പോൾ ഒരുപാട് സന്തോഷമായി. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ്, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവുമല്ലോ. അതുപോലൊരു വർക്കായിരുന്നു ഇതും. ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു വർക്കിൽ ഇത് ഇത്രയും ഭംഗിയായിട്ട് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഇത്രയും സീക്വൻസേ ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി സീക്വൻസ് എല്ലാം ഞാനൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഞാനൊരു നൈലോൺ ത്രെഡും ഒരു നീഡിലും എടുത്തിട്ടുണ്ട്. നൈലോൺ ത്രെഡ് ആകുമ്പോൾ നമുക്ക് ഇൻവിസിബിളായിട്ട് ഇന്ന് കിടന്നോളും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കാണുമെന്നില്ല, അതുകൊണ്ടാണ് നൈലോൺ ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് എല്ലാ സീക്വൻസും ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഫ്രോക്ക് ഒരു വയസ്സായ മോൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ ഈ സീക്വൻസൊക്കെ വായിലിടാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് തുന്നും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇത് ഇളകി പോരുന്നുള്ളൊരു പേടി വേണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് വലിയ കുട്ടികൾക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ തുന്നേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ തന്നെ മതി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുന്നിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രോക്കിൻ്റെ വർക്ക്. ഇനി ഈ ഫ്രോക്കിൻ്റെ ബാക്കിലൊരു ബോയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഹെയർ ബാൻഡും ബോയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഹെയർ ബാൻഡിന് വേണ്ടി 2 ഇഞ്ച് വിഡ്ത്തും 38 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ട വിധം, നിങ്ങൾ ആർക്കാണോ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് അവരുടെ തലയുടെ സർക്കംഫറൻസ് എടുക്കുക. അതായത് ഹെഡ് ബാൻഡ് വെക്കുന്ന സ്ഥലത്തെ ചുറ്റളവ് എടുക്കുക. എന്നിട്ട് അതിൽ കൂടുതലായിട്ട് ഫാബ്രിക് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ എടുക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലും എടുക്കാം. പിന്നെ വിഡ്ത്ത് 2 ഇഞ്ച് മതി. ഇനി ഇതിൽ വെക്കാനുള്ള ബോ ഉണ്ടാക്കാനായിട്ട് 7 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസും എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് ലെങ്ത്തിലൊരു ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത് തലയുടെ സർക്കംഫറൻസിൽ നിന്ന് ഒരു 4-5 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല ലൂസിൽ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. ഇനി ഈ പീസ് ഒന്ന് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്തല്ല, മറ്റേ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും 1/2 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ച്. ഇനി ഇവിടെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ 2 സൈഡിലേക്കും ഇപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ ഇതിലൂടെ ഒന്ന്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നടുവിൽ 1 ഇഞ്ചിൽ ഒന്ന് ഗ്യാപ്പ് ഇടണം. എന്നിട്ട് 2 സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കാണാത്തതുകൊണ്ടാണ് ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ 1 ഇഞ്ചിലുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഈ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ അരികുണ്ടല്ലോ, ഇത് ഈ 2 ഭാഗത്തേക്കും ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ 2 സൈഡിലും ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതെവിടെയാണ് ഇതിൻ്റെ ഓപ്പണുള്ള ഭാഗം. അപ്പോൾ ഓപ്പണുള്ള ഭാഗം ഇങ്ങനെ സെൻറ്ററിലായിട്ട് വരും. എന്നിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇതിൻ്റെ അകം വശം പുറത്തേക്ക് ആക്കിയെടുക്കണം. അതായത് റൈറ്റ് സൈഡ് പുറത്തേക്ക് ആക്കിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഇനി ഒരു സൂചി നൂല് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് വലിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബോ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ മുൻപ് 2 ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നൂല് വലിച്ച് ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ബോ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഈ കെട്ടൊന്നും കാണാതിരിക്കാനായിട്ട് ഒരു ചെറിയ പീസ് തുണിയും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് വീതം 2 സൈഡിൽ നിന്നും അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും മടക്കണം. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രിപ്പായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് എക്സ്ട്രാ നീളം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് ഇങ്ങനെ മടക്കി ഒരു സൂചി നൂല് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഹെഡ് ബാൻഡിനുള്ള ബോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഈ ഫ്രോക്കിൻ്റെ ബാക്കിൽ വെക്കാനുള്ള ബോയും ഇതുപോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തുമാണ്. അപ്പോൾ ഇനി ഞാനത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിൻ്റെ സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രിപ്പ് എടുത്തിട്ട് ഒന്ന് നടുമടക്കി കൊടുക്കണം. നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന വിധത്തിലായിട്ടൊന്ന് നടുമടക്കണം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1 2 സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ആക്കണം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യട്ടെ. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാനൊരു ബ്ലൂ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ടാണല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുകളിൽ വരുന്നത് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് 2 ഭാഗത്തു നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം താഴെ വരുന്ന ഈ ഭാഗവും ഒന്ന് മടക്കണം. എന്നിട്ട് ഈ ഒരു പീസിലാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ മടക്കി വെച്ചത് തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുകൊണ്ട് അത് ചെറുതായി മടക്കി നിങ്ങൾ സേഫാക്കി വെക്കണം. മുകളിലുള്ള ഈ പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലുള്ളത് തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ആദ്യം ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൂടിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഒരറ്റത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ടിങ്ങനെ ലാസ്റ്റിൽ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വലിച്ചു കൊടുക്കണം. പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതിൽ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. ഇങ്ങനെ ഉള്ളിൽ നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത് തട്ടാതെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഒരു എൻഡിലെത്തുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുള്ള ഈ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വലിക്കണം. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് ഇത് പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്.
ഇവിടെ എത്തുമ്പോഴും നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ പോലെ തന്നെ ഇത് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കിയിട്ട് വലിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നല്ല ഭാഗം പുറത്തും ചീത്ത ഭാഗവും ഉള്ളിലായിട്ടും കിട്ടും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇതൊരു ബാൻഡായി കിട്ടിയിട്ടുണ്ട്. അതെവിടെയാണ് ജോയിൻറ്റ് വരുന്നത്. ഇനി ഈ ജോയിൻറ്റിൽ കൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം. ആദ്യം ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായി കിട്ടും. അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇനി ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇലാസ്റ്റിക് ഇടാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഇലാസ്റ്റിക് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ ഒരു 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ജോയിൻറ്റ് കാണാത്ത വിധത്തിൽ ഈ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. ഇനി ഈ ബാൻഡിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിനി ഇതിൻ്റെ മുകളിലാണ് ബോ വെക്കുന്നത്, അതുകൊണ്ട് ഇത് കാണില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ബോ സ്വീക്കൻസൊക്കെ ഒട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ജോയിൻറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സൂചി നൂല് യൂസ് ചെയ്തിട്ട് ഒന്ന് തുന്നി കൊടുക്കാം. ബോ രണ്ടും ചെയ്തപ്പോൾ ഞാൻ ഫാബ്രിക് ഗ്ലൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് തുന്നിയിട്ടില്ല, കാരണം ഒന്ന് തല വെക്കുന്നതും പിന്നെ ഒന്ന് ഫ്രോക്കിൻ്റെ ബാക്കിലും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് തുന്നിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്ററിലുള്ള പീസിൽ കുറച്ചധികം അടുത്തടുത്തായിട്ട് സീക്വൻസ് വെച്ചിട്ടുണ്ട്. ബാക്കി 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സീക്വൻസ് ഒട്ടിച്ചിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ സീക്വൻസുള്ള മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ ബോ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ മെറ്റീരിയലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്നെ അറിയിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.